ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ഛമ്മയും അതുപോലെ തന്നെ മാഷോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം മാഷിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അച്ഛമ്മ. അതുകൊണ്ടേ ഞാൻ പറയുന്ന അങ്ങോട്ടേക്ക് കേട്ടാൽ മതി. നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ വിശ്വാസത്തെയൊക്കെ കൂട്ടുപിടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അച്ഛമ്മ എഴുന്നേറ്റ് പോയി. പിന്നെ കാണുന്നത് നന്ദിനിയാണ്. അപ്പം നന്ദിനി വേഗം തന്നെ വർഷയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ, വർഷേച്ചി, പ്രസവത്തിന് പോയതിന് പിന്നെ നമ്മൾ തമ്മിൽ വിളിച്ചിട്ടില്ല അല്ലേ? എൻ്റെ ഫോൺ എപ്പോഴും ഓണായിരുന്നു, നന്ദിനിയല്ലേ വിളിക്കാഞ്ഞത്? അയ്യോ, അങ്ങനെ പറയല്ലേ വർഷേച്ചി, ഒരാവശ്യം വരാത്തത് കൊണ്ടല്ലേ. കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു, സുഖമായിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പം സുഖമായിരിക്കുന്നു. അല്ല, ഇപ്പം എന്തിനാണ് വിളിച്ചത്? എന്താവശ്യമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. അയ്യോ, എൻ്റെ ആവശ്യമല്ലേ, ഒരു കാര്യം അങ്ങോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. എന്താ? തറവാട്ടമ്പലത്തിൽ നിന്ന് ഒരു വിഗ്രഹം പൊക്കി പിടിച്ചോണ്ട് അച്ഛമ്മയും അമ്മയും വന്നിട്ടുണ്ട്. അതൊരു ദിവസം ഇവിടെ വെക്കണം. പിന്നെ അത് വിക്രവും വേദയും കൂടി അവിടെ വന്ന് താമസിച്ച് അവിടെ വെച്ച് പൂജിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്നോ? നിങ്ങളുടെ മുത്തശ്ശിയും അച്ഛമ്മയും ചേർന്നിട്ടുള്ള എന്തോ ഉടായ്പ പരിപാടിയാണ്. പിന്നെ ഇത് ദൈവവും പൂജയും മണ്ണാങ്കട്ടയൊന്നുമല്ല, വേദയും വിക്രത്തെയും കൂടി അവിടെ കയറ്റാനുള്ള നീക്കമാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നാളെ രാവിലെ ഇവിടുന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മുത്തശ്ശിയുടെ അമ്മയും പിന്നെ അച്ഛമ്മയും വരുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ വർഷിച്ച് പോലും അറിയാതെ ഈ പ്ലാനൊക്കെ ചെയ്തത് അല്ലേ? എന്നാൽ ശരി, ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി ഫോൺ വെച്ചു. അപ്പോൾ വേഗം തന്നെ വർഷ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പം വന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട്, ഇതെന്താ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ, എന്താ പരിപാടി? അതെ, ഞാനൊരു ഗെയിം കളിക്കുക. ഗെയിം കളിക്കാൻ പറ്റിയ പ്രായം, അതിൻ്റെ പ്രായവും പക്വതയും ഒന്നും ഇല്ല വർഷേ. ഗെയിം കളിക്കുന്നത് ഒരു ഇൻട്രസ്റ്റ് വേണ്ടിയിട്ടല്ലേ, ഫോണിൽ ആർക്ക് വേണമെങ്കിലും. നിങ്ങൾ കളിച്ചോ, ഇവിടെ നടക്കുന്ന ഒരു കളിയും കാണാതെ നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്നോ? ക്ലൈമാക്സ് എത്തുമ്പോൾ കാണാം. എന്തൊക്കെയാണ് പറയുന്നത്? നീ എന്താ വർഷം ഇത് എന്ന് ചോദിച്ചു. ഈ വീട്ടിൽ നടക്കുന്നത് എന്തെങ്കിലും അറിയുമോ? നിങ്ങളുടെ ആളിനും പെങ്ങളും വരാൻ പോകുന്നു. എന്താ? ഒരു പകലും രാത്രിയും വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കണമെന്ന്, അതിനുശേഷം ഈ കുടുംബങ്ങൾ രണ്ടും ഒന്നാവുമെന്ന്. നീ എന്തടി പറയുന്നത്? ഭ്രാന്ത് എനിക്കല്ല, നിങ്ങളുടെ മുത്തശ്ശിക്കാ. ചെന്ന് ചോദിക്കാൻ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നതെന്ന് ചെന്ന് ചോദിക്കുക നിങ്ങൾ എന്ന് പറഞ്ഞു. ഇതിലൊക്കെ അച്ഛൻ സമ്മതം കൊടുത്തോ എന്നും ചോദിക്കുക. ഒരിക്കലും ഇല്ല, അവരെന്തെങ്കിലും തമാശ പറഞ്ഞതായിരിക്കും. അങ്ങനൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വർഷ. മോളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ സദ്യയ്ക്ക് എന്ത് വേണമെന്നാ ഇപ്പോഴത്തെ ചർച്ച. അല്ല, ഹളിയൻ്റെ കൂടെ ഉറങ്ങാനുള്ള ഭാഗ്യം എന്താണേലും ഉണ്ടാവുക, അതെന്താണേലും ഉറപ്പായി എന്ന് പറഞ്ഞു. അന്നേരം വേഗം ശ്രീകാന്ത് ഇനിയിപ്പോൾ കാര്യങ്ങൾ അറിയണമല്ലോ, നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ അച്ഛനും നമ്മുടെ ശങ്കർനാരായണനും അതുപോലെ തന്നെ പത്മവും സാവിത്രി അമ്മയും ദീപ്തിയും എല്ലാവരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴാണ് വർഷയും നമ്മുടെ ശ്രീകാന്തൂടെ ഇറങ്ങി ചെല്ലുന്നത്. നേരെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്ന ശേഷം, അതെ അച്ഛമ്മേ, എന്തായി മുത്തശ്ശി, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? യുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനത്തിനാണ്ടേ ഉള്ളൂ. പോയി വിളിക്കാനതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന വർഷ. അച്ഛനോട് അറിഞ്ഞിട്ടാണോ? ഒന്നും വേണ്ടിയില്ല കേട്ടോ. ആശുപത്രിയിൽ വെച്ച് അവൾ പെരുമാറിയത് അച്ഛൻ മറന്നോ? അതിനേക്കാൾ ക്രൂരമായ വിധത്തിൽ അവളോട് നീ തിരിച്ചും പെരുമാറി കഴിഞ്ഞില്ലേ ശ്രീകാന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്തിനോടില്ല, അവളുടെ ഫോട്ടോ വരെ അവളുടെ മുഖത്തേക്ക് നീ വലിച്ചെറിഞ്ഞില്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല മുത്തശ്ശി, അങ്ങനെയൊന്നും അത് തീരുകയില്ല. എത്ര കാനെന്ന് വെച്ചിട്ടാണ് ശ്രീകാന്തേ ഇങ്ങനെ വാശിയും വൈരാഗ്യവും വെച്ച് മുന്നോട്ട് പോണത്? അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയും ആവാമെന്നാണോ? എടാ, ഇത് വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യമൊന്നും അല്ല പറഞ്ഞത്. ഉത്തരവാദിത്തം നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തുത്തരവാദിത്തം? അവനെയും കുടുംബത്തെയും ഈ വീട്ടിൽ വിളിച്ച് വരുത്തേണ്ട എന്തുത്തരവാദിത്തമാണ് നമുക്കുള്ളത്? അവരോടുള്ള ഉത്തരവല്ല, ദൈവത്തോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ദൈവത്തോടോ എന്ന് ചോദിച്ചോ? അതെ ശ്രീകാന്തേ എന്ന് പത്മവും. അവിടുത്തെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് നൽകുന്ന സീതാരാമ വിഗ്രഹം ഒരു ദിവസം അവിടെയും മറ്റൊരു ദിവസം ഇവിടെയും വെച്ച് പൂജിക്കണമെന്നാ ആ തിരുമേനി പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നടക്കണം എന്ന് പറഞ്ഞു. വിക്രമിൻ്റെ അച്ഛമ്മ എന്നെ വിളിച്ച് പറഞ്ഞതാ. അസലായി. ഇത്രയും നാള് ഇതേ ഉമാമഹേശ്വരനായിരുന്നു, ഇപ്പം സീതാരാമനായോ? ദൈവത്തെ പരിഹസിക്കാൻ നിൽക്കല്ലേ. അയ്യോ മുത്തശ്ശി,
ദൈവങ്ങളുടെ പേരും പറഞ്ഞ് ഇമ്മാതിരി ഉടായിപ്പ് നടത്തുന്നവരെയും അതിനെ കൂട്ടുനിൽക്കുന്ന നിങ്ങളെ മാത്രമേ ഞാൻ പരിഹസിക്കുന്നുള്ളൂ. അങ്ങനെ പറയരുത് ശ്രീകാന്തേ. അവർ തമ്മിലുള്ള പ്രശ്നം തീരുന്നതിനും നമ്മളുടെ ഇരു വീട്ടുകാരും ഒന്നായി ജീവിക്കുന്നതിനും അങ്ങനെ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതിലെന്താ തെറ്റ്? നമ്മുടെ വീട്ടുകാരും അവരും ഒരുമിച്ച് ജീവിക്കാൻ പോണില്ല. അവർക്ക് അർഹതയില്ല. മനുഷ്യന്മാർ ഒന്നിക്കേണ്ട അർഹത പണം മാത്രമാണോ? അപ്പം അമ്മയുണ്ടല്ലേ കൂട്ടിന് എന്ന് ചോദിക്കുകയാണ്. ശരി, പണമല്ലാതെ എന്ത് മാനദണ്ഡം അമ്മേ നമ്മൾ കണക്കാക്കേണ്ടത്? അന്തസ്സോ അതോ മര്യാദയോ? പറ. എന്നാ നിങ്ങൾ മിണ്ടാത്തത്? അപ്പോഴും ഇവർക്കാർക്കും മിണ്ടാട്ടമില്ല. ഏതോ ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരന് വേണ്ടി അടിയും തല്ലുമായി നടക്കുന്നവനാണോ മര്യാദയും അന്തസ്സും ഒക്കെ ഉള്ളത്? പറ. അപ്പോൾ കുറച്ചു നേരം ഇവരിങ്ങനെ മിണ്ടാതെ നിന്നു. അതെ, സമൂഹത്തിൽ അന്തസ്സും അഭിമാനവും വേണമെങ്കിൽ ആദ്യം വേണ്ടത് പണം തന്നെയാണ്. പണം ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ താനെ വന്നോളും. അതാണ് സത്യം. ദേ, ഇതൊക്കെ അവരുടെ അടവാണ് മുത്തശ്ശി. നിങ്ങളെ കുഴിച്ചടിക്കാൻ ഏറ്റവും എളുപ്പം വിശ്വാസമാണെന്ന് മനസ്സിലാക്കി അവനവൻ്റെ അച്ചമ്മ വഴി നടത്തുന്ന തട്ടിപ്പ എന്ന് പറഞ്ഞു. അതെ, അവളും ബലം ദൈവമെന്ന് കേട്ടാൽ മുത്തശ്ശി അങ്ങ് ചാടി വീഴുമല്ലോ. അതായിരിക്കും ആ കെയർ ഓഫിൽ അവൾക്ക് ഈ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അത് മാത്രമല്ല, അങ്ങനെ ഇവിടുന്ന് കിട്ടാവുന്നത് മുഴുവൻ അടിച്ചു മാറ്റണം. അച്ഛന് മനസ്സിലാവുന്നില്ലേ അച്ഛ ഇതൊക്കെ? ശ്രീയേട്ടൻ പറയുന്നതിലും ഒരു കാര്യമുണ്ടെന്ന് ദീപ്തി പറയണം. ഓ, നിനക്കെങ്കിലും പിടികിട്ടുന്നുണ്ടല്ലോ ദീപ്തി. നിന്റെ ചേച്ചിയുടെ ഭർത്താവുണ്ടല്ലോ, അവന് ഈ വീട്ടിലുള്ളവരെക്കാൾ അഭിമാനമുണ്ട്. അവൻ ഒരിക്കലും വേദയുടെ പേരും പറഞ്ഞ് ഈ വീട്ടിലെ സ്വത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല. പിന്നെ നിയമപരമായി വേദയ്ക്കുള്ളത് എന്നായാലും അത് വേദയ്ക്ക് തന്നെ ചെന്നു ചേരും. അത് അനുഭവിക്കാനുള്ള യോഗം ആർക്കാണോ അത് അവരനുഭവിക്കുക തന്നെ ചെയ്യാം. അതിലാരും സങ്കടപ്പെട്ടിട്ടോ തടസ്സം നിന്നിട്ടോ ഒരു കാര്യമില്ല. മുത്തശ്ശി എന്ത് വർത്താനം പറയണത്? നിനക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയും ഞാൻ പറഞ്ഞില്ല. ഓ, ദേ, എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാവരെയും നാണം കെടുത്തി ഇറങ്ങിപ്പോയിട്ട് അവളുടെ ഭർത്താവിന് സ്വത്ത് വീതം വെക്കണമെന്നോ? ശ്രീകാന്തേ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ വേണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വേദയ്ക്കുള്ളത് അവൾക്ക് നൽകുന്നത് എന്താണെങ്കിലും അത് അവൻ കൂടി അനുഭവിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ശ്രീകാന്തേ. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ നിനക്ക്? അതെ, അവർ ജീവിക്കേണ്ടത് അവരുടെ ഇഷ്ടത്തിനാണ്. അതിനുള്ള സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചെടുക്കുക എന്ന് മാത്രമാണ്. നമ്മൾ വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൽ എന്ന് വെച്ചാൽ തെളിച്ച് പറയാം ശ്രീകാന്തേ എന്ന് പറഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ, അവളും അവനും ഇനിയുമുള്ള കാലം സുഖമായി ജീവിക്കണമെന്നും ഈ കുടുംബവും അവരുടെ കുടുംബവുമായി രമ്യതയിൽ കഴിയണമെന്നും ഞാനും പത്മവും ആഗ്രഹിക്കുന്നുണ്ട്. വിക്രമിൻ്റെ അച്ചമ്മയ്ക്കും അങ്ങനെയൊരു മോഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനോട് അവരാ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാനും പത്മവും ചേർന്ന് നാളെ അങ്ങോട്ട് ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വരുവാ. പോയി ക്ഷണിച്ചുകൊണ്ട് വരുമെന്നോ? അതെ, അത് തന്നെയല്ലേ പത്മം ഞാൻ പറഞ്ഞത്? മാറിയൊന്നുമില്ലല്ലോ. അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പത്മം. അച്ഛനിതിലൊരു അഭിപ്രായമില്ലേ? ഒന്നും മിണ്ടിയില്ല. ശങ്കർ നാരായണൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി കേട്ടോ. കൂടെ ബാക്കിയുള്ളവരും പുറകെ അങ്ങ് പോയി. അപ്പം അടി കിട്ടിയതുപോലെ വർഷയും ശ്രീകാന്തും അവിടെ നിൽക്കുകയാണ്. വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ വിക്രം വരുമ്പോൾ വേഗം തന്നെ നന്ദിനി എങ്ങനെയെങ്കിലും ഏഷണി വെക്കണമല്ലോ. എടാ, നീ എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? നിന്നെ നോക്കി അച്ചമ്മ ഇവിടെ വെകിളി പിടിച്ച് നടക്കുക. എന്താ? നീ അങ്ങ് ചെല്ല്. നിന്നെ രാമനും സീതയും പോലെ ആയി നിങ്ങൾ രണ്ടുപേരും നടക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേഗം ചെല്ല്. ചെല്ലാനേ. അപ്പോഴാണ് വിക്രം അകത്തേക്ക് കയറി വരുന്നത്. അപ്പം കയറി വന്നോടനെ വേദമോളെ എന്ന് വിളിച്ചു. എന്താ അച്ചമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അതെ, ഇവന് സോപ്പും തോർത്തും എടുത്തുകൂടെ പോയി കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ വേദ ചെല്ലാണ്. കുളിക്കേ? ഇപ്പോഴോ? എന്തിന്? മണി എത്രയായെന്ന വിചാരം? 6 മണിക്കാണ് തറവാട്ട് അമ്പലത്തിൽ ദീപാരാധന. ആ സമയത്തെ നിങ്ങൾ രണ്ടാളും ചേർന്ന് ഇവിടെ തിരി കൊളുത്തണം. എൻ്റെ അച്ചമ്മ എന്തൊക്കെ പറയണത്? നിന്നേക്കാൾ വിവരമുള്ള നിൻ്റെ അച്ഛനെ വരെ ഞാനിത് പറഞ്ഞു ബോധ്യപ്പെടുത്തി. പിന്നെയാണോ നീ? പോയി കുളിച്ചിട്ട് വേടാ. നീ അവനെ നോക്കണ്ട, പറഞ്ഞത് ഞാൻ അനുസരിച്ചാൽ മതി. അപ്പം കമല വന്നിട്ട് അതെ ചെല്ല് മോനെ, എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ലേ, ചെല്ല് വിക്രം, ഞങ്ങളെല്ലാവരും നിന്നെ കാത്തിരിക്കുമായിരുന്നു ശ്രീജയും. നന്ദിനി വന്നിട്ട് അതെ ഇന്നത്തെയും നാളത്തെയും പ്രാർത്ഥന കഴിഞ്ഞാൽ നീയും വേദയും തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരുമെന്നാ അച്ഛൻ. അല്ലെങ്കിലും അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല നന്ദിനി.
നീയായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ വേദ വിക്രത്തിന് ടവലൊക്കെ എടുത്തു കൊടുത്തു. വിക്രം എന്താ പറയുക കുളിക്കാനായിട്ട് പോയി. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ആൾ ദേവസ്വന്ധനായിട്ട് വന്നു. ദേ രണ്ടുപേരും ഈ വിഗ്രഹത്തിനടുത്ത് വന്ന് രണ്ടുപേരൂടെ ചേർന്ന് തിരി കൊളുത്ത്. അമ്മ വിക്രം വരികയാണ്. വേറെ നിർവാഹമൊന്നുമില്ല വിക്രത്തിന്, പിന്നെ എന്ത് ചെയ്യാനാ? ആൾ നേരെ വേദയുടെ കൂടെ വന്ന് തിരി കത്തിക്കുകയാണ്. വേദയും വിക്രവും കൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ തിരിയൊക്കെ കൊളുത്തി അവരവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ സാവിത്രി അമ്മേനെയും പത്മത്തിനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട്, പത്മ നീ വേദയെ വിളിച്ചോ? നമ്മൾ അവിടെ ചെല്ലുന്ന കാര്യം അവളെ വിളിച്ച് പറയണ്ടേ? അവളുടെ അച്ഛമ്മ പറഞ്ഞാണില്ലേ? അത് പോരല്ലോ, നമ്മൾ ചെല്ലുന്ന കാര്യം നമ്മൾ തന്നെ പറയണം. നീ ഒന്ന് വിളിക്കാം. അപ്പോൾ പത്മം നേരെ വേദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വേദ ദേണ്ട തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിക്രം വരുമ്പം നോക്കുമ്പോൾ മുത്തശ്ശിയാണ് വിളിക്കുന്നത്. അതെ, നിന്റെ പ്രാർത്ഥന നിർത്താറായില്ലേ എന്ന് വിക്രം ഇങ്ങനെ ചോദിക്കുക. പ്രാർത്ഥിച്ച് ഇനി ദൈവങ്ങളെ കൂടി വെറുപ്പിക്കേണ്ട കാര്യമുണ്ടോ? നീ ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു. നിന്റെ മുത്തശ്ശിയാണ് വിളിച്ചത്, മിക്കവാറും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയാനായിരിക്കും. നീ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ വിക്രം അടുത്ത് നിൽപ്പുണ്ട്. വേദ തിരിച്ചു വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ വേഗം ഫോൺ എടുത്തു. ഹലോ, ആ അമ്മേ പറ. കാര്യങ്ങളൊക്കെ അച്ഛമ്മ പറഞ്ഞല്ലോ അല്ലേ? ഓ അമ്മേ, നാളെ രാവിലെ ഞങ്ങൾ വരും. അച്ഛൻ എന്തു പറഞ്ഞു എന്നാ വിക്രത്തിന് അറിയേണ്ടതാ. അപ്പോൾ വിക്രം വന്നിട്ട്, എനിക്കൊന്നും അറിയണ്ട, ഒന്ന് മിണ്ടോതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നത് എന്നെ പറ്റിയല്ലേ? എന്താ മോളെ അവിടെ? ഏയ് വിക്രം എന്തായി പറയുന്നത്? അല്ല, വിക്രമിന് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്നാ. അച്ഛൻ്റെ കാര്യത്തിൽ എന്താണ് മനസ്സിലൊന്നും യാതൊരു പിടിയില്ല. ആണോ? ശരി, എന്നാലേ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളെ അച്ഛൻ കാത്തിരിക്കുമെന്നാണ് പറഞ്ഞത്. അയ്യോ, എന്നിട്ട് വിക്രം അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. അതെ, ഞങ്ങൾ വന്ന് നിങ്ങളെ കൊണ്ടുവരുന്നതിനെ ചൊല്ലി ശ്രീകാന്ത് കുറേ വഴക്കിട്ടു. പക്ഷേ അച്ഛനൊന്നും പറഞ്ഞതേയില്ല. നീ ഫോണിങ്ങിതാ എന്ന് പറഞ്ഞു സാവിത്രി അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതെ മോളെ, നീ ഒന്നും പേടിക്കണ്ട. ഈ കാര്യത്തിൽ അച്ഛൻ ഒരെതിരും പതറയില്ല. അത് സമ്മതമുണ്ട്, അത് ഉറപ്പാ. പക്ഷേ അന്ന് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ആ പ്രതികരണം ഓർക്കുമ്പോൾ ഇത് മുത്തശ്ശി പറഞ്ഞതിനോട് എനിക്കത് വിശ്വാസമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ വരുമ്പോൾ ഞാൻ അപമാനിക്കപ്പെട്ടാലും എനിക്ക് സാരമില്ല. പക്ഷേങ്കിൽ ഇതിപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അവർ കൂടി അപമാനിക്കപ്പെടാതിരിക്കാൻ മുത്തശ്ശി ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കോളാം, സമാധാനമായിട്ടിരിക്കുക. ഏതാ വിക്രത്തിനടുത്തേക്ക് ചെല്ലണം. ഹലോ എന്നൊന്ന് വിളിച്ചിട്ട് ആര് കേൾക്കാൻ? അതെ, നാളെ ഈ സമയം നമ്മുടെ വീട്ടിലായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. അപ്പോൾ വിക്രം വേഗം എഴുന്നേറ്റു. എന്നിട്ട് വേദ അടുത്ത് കയറിയിരുന്നിട്ട്, അതെ, നിങ്ങൾ സ്നേഹം കാണിക്കണം എന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഈ വെറുതെ എന്നോട് ചാടിക്കടിക്കാൻ വരരുത് വിക്രം. അതെ, നീ എന്നെ ചട്ടം പഠിപ്പിക്കാതിരിക്കുക പോ. ഞാൻ ഇഷ്ടമുള്ള പോലെ പെരുമാറും. അപ്പം ഞാനും എഴുതിർത്ത് പറയും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ച് നമ്മൾ വഴക്ക് കൂടുന്നത് അവർക്ക് മോശമല്ലേ വിക്രു? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഓ, വിക്രപ്പം മിണ്ടാതിരിക്കുക. ഈ 2 ദിവസം വിക്രം അക്രമ വിചാരമൊന്നുമില്ലാതെ ഭയഭക്തി ബഹുമാനത്തോടെ സീതാദേവിയെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമദേവനെ പോലെ എന്നോടൊന്ന് പെരുമാറണം പ്ലീസ് എന്ന് പറഞ്ഞു. ദേ ഈയിടെയായി ശരിക്കും പറഞ്ഞാൽ അരയിലൊരു ചെറിയ കത്തിയും തിരികെ പുറത്തേക്ക് ഇറങ്ങുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത് നാളെ വീട്ടിൽ പോകുമ്പോൾ വേണ്ട. ഇനി അച്ഛനും ഏട്ടനും എന്തെങ്കിലും പറഞ്ഞാലേ ഒന്നും മിണ്ടരുത്. നിൻ്റെ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ അയാളുടെ കാരണക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും. അതെ, നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെല്ലാം നിശബ്ദമായി കേൾക്കണം എന്നൊന്നുമല്ല. ഞാൻ അതിന് മറുപടി പറഞ്ഞോളാം എന്നാ, മനസ്സിലായോ? അല്ലാതെ എല്ലാം വിഴുങ്ങരുതെന്നല്ല. അയ്യോ, എന്താ നിൻ്റെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം ഒന്നും എനിക്കല്ല, എല്ലാം നിങ്ങളുടെ അച്ചമ്മയ്ക്കാണ്. നാളെ മൂത്തവർ പറയുന്നത് അനുസരിക്കുന്ന ഒരു പാവം മാത്രമാണ് ഞാൻ. അതുകൊണ്ടേ നാളെ എന്താണെങ്കിലും വിക്രു കിടന്നുറങ്ങിക്കോ, രാവിലെ പുറപ്പെടേണ്ടതല്ലേ. ഞാൻ ചെന്ന് നിങ്ങളുടെ അച്ഛമ്മ വിളിച്ച് സംസാരിക്കാനുണ്ട്, എന്നാൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് പോവാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.